ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഗൗതത്തിൻ്റെയും നന്ദയുടെയും ഇന്നത്തെ കഥയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എപ്പിസോഡ് എത്താനായിട്ട് കുറച്ച് വൈകിട്ടുണ്ട്, അതുകൊണ്ടാണ് താമസിച്ചത്. അപ്പോൾ നമ്മുടെ അരുണും പിങ്കിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ പിങ്കി സത്യങ്ങളൊക്കെ തുറന്ന് പറയാണ്. ഒരു ഔട്ടിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് പിങ്കി ഇങ്ങനെ ഗൗതത്തോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതും, അല്ലെങ്കിൽ എല്ലാവരെയും അർജുനെ ഇഷ്ടമാണെന്ന് വിശ്വസിപ്പിച്ചൊക്കെ വെറും ഗൗതത്തോടൊപ്പമുള്ള ഒരു ഔട്ടിങ്ങിന് വേണ്ടി മാത്രമാണെന്ന്. എന്തായാലും മുക്കത്ത് വിരൽ വെച്ച് പോയി നമ്മുടെ അരുൺ ചോദിച്ചു, ഒരു വെറും ഔട്ടിങ്ങിന് വേണ്ടിയിട്ട് ഈ വീട്ടിലുള്ളവരൊക്കെ വഞ്ചിക്കാൻ പിങ്കിക്കായോ? ആ ചോദ്യത്തിന് മുമ്പിൽ പിങ്കി ഒന്നും പറഞ്ഞില്ല. അരുണും മറുപടി പറഞ്ഞില്ല. അരുൺ അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി ഗൗതത്തോട് സത്യങ്ങളൊക്കെ തുറന്ന് പറയാണ് കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ പൂക്കളൊക്കെ കാണിച്ചു തരാം കേട്ടോ. പൂക്കളും ഒക്കെ ആയിട്ട് ബാക്കി വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അങ്ങനെ നമ്മുടെ പിങ്കി എന്ത് ചെയ്തു? പിങ്കി ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അരുൺ ഗൗതത്തോട് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഗൗതവും ആകെ സങ്കടപ്പെട്ടു പോയി. കാരണം ഇങ്ങനെ ഒരു ചതി പിങ്കി എന്തായാലും അർജുൻ്റെ ആത്മാവിനെ വെച്ചിട്ട്, അല്ലെങ്കിൽ അർജുൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും അറിയാതെ ഇങ്ങനെ പിങ്കി ചെയ്തതിൽ ശരിക്കും സങ്കടപ്പെട്ടുകൊണ്ട് ഗൗതം ഇങ്ങനെ പറയാണ്, അവൾക്കിട്ടൊരു പണി കൊടുത്തേ പറ്റുള്ളൂ എന്തായാലും. അപ്പോൾ അരുണും പറഞ്ഞു, അവളുടെ മനസ്സ് നോവണം, ആ രീതിയിലുള്ള ഒരു പണി വേണം അവൾക്കിട്ട് കൊടുക്കാനായിട്ട്. കാരണം വേറെ ആരുടെ മനസ്സ് അവളെ നോക്കണ്ടായിരുന്നു, സുമംഗലാൻ്റിയുടെ മനസ്സെങ്കിലും അവളെ നോക്കണമായിരുന്നു. പക്ഷേ അവൾ ഇത്ര നീചയൊരു സ്ത്രീ ആയിരുന്നു, അവൾക്കിട്ടൊരു പണി കൊടുക്കണം, അതിന് നന്ദ എൻ്റെ കൂടെ വേണം എന്ന് ഗൗതം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അരുണിനൊരു കോള് വരുന്നത്. നന്ദയാണ് വിളിക്കുന്നത്. അപ്പോഴേക്കും 100 ആയുസാണല്ലോ, ദാ നന്ദ വിളിക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നന്ദ വിളിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നന്ദ വിളിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നന്ദ എന്തിനാ നിന്നെ വിളിക്കുന്നത്? എന്താ നന്ദയ്ക്ക് എന്നെ വിളിച്ചൂടെ എന്ന് അരുൺ ചോദിക്കുക കേട്ടോ. ഗൗതം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്ക് എന്നെ വിളിച്ചൂടെ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അയ്യോ വിളിക്കാവേ, നിങ്ങൾ സംസാരിച്ച് എന്താണെന്ന് വെച്ചാൽ പറ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അരുണും നന്ദയും തമ്മിൽ സംസാരിക്കുന്നൊന്നും പുറത്തേക്ക് കേൾപ്പിക്കുന്നില്ല കേട്ടോ. അതായത് ഈ നന്ദ ഈ എപ്പിസോഡിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു. അല്ലെങ്കിൽ പുതിയ നടി വരുന്നതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നല്ലോ, ആ ഗ്യാപ്പിൽ നമ്മുടെ നന്ദയെ കാണിച്ചില്ലെങ്കിൽ എപ്പിസോഡ് ആൾക്കാർ കാണില്ല എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇവർ നേരത്തെ കണ്ട് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ജസ്റ്റ് ഫോൺ വിളിക്കുന്ന ഒരു സീൻ മാത്രമാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഈ ഫോൺ വിളിക്കുന്ന സീനിൽ ഡയലോഗൊന്നുമില്ല, മറ്റൊന്നും കൊണ്ടല്ല ഡയലോഗ് ഇല്ലാത്തത്. ഡയലോഗ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവ്മെൻറ്റ് കറക്റ്റ് ആയിരിക്കണം, വെറുതെ ഡയലോഗ് ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ കുറേ അധികം ഇങ്ങനെ ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ എന്നോ എടുത്തൊരു സീൻ വീണ്ടും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമാണ് കേട്ടോ. എന്തായാലും ഫോണൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇനി സുമംഗലാൻ്റിയോടൊന്നും പറയണ്ടെന്ന് ഇവരിങ്ങനെ തീരുമാനിക്കുകയാണ്. ആ സമയത്താണ് സുമംഗലാൻ്റി അങ്ങോട്ടേക്ക് വരുന്നത്. സുമംഗലാൻ്റി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഗൗതം ഇങ്ങനെ പറയാണ്, പിങ്കിക്ക് അങ്ങനെയൊന്നും അല്ല, നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല എന്ന് സുമംഗലാൻ്റിയെ സങ്കടപ്പെടുത്താതിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, അത് നീ അല്ലല്ലോ പറയേണ്ടത്, പിങ്കിയോട് സംസാരിച്ച അരുണല്ലേ. അപ്പോൾ അരുണിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അരുണും പറഞ്ഞു സുമംഗലാൻ്റിയോട്. പക്ഷെ അവൻ്റെ സംസാരത്തിൽ നിന്ന് സുമംഗലയ്ക്ക് മനസ്സിലായി പിങ്കി കള്ളിയാണെന്നും പിങ്കി തൻ്റെ മകനെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ അവളോട് തനിക്ക് തുറന്നൊന്ന് സംസാരിക്കണം, മറ്റൊന്നും വേണ്ടിയിട്ടല്ല, അവളുടെ ഒരു സമാധാനത്തിന്, എനിക്ക് സമാധാനം കിട്ടാനല്ല, അവളുടെ ഒരു സമാധാനത്തിന് എന്ന് പറഞ്ഞ് സുമംഗലാൻ്റി പോയി ഈ പിങ്കിയോട് സംസാരിക്കാനായിട്ട് പോവാണ്. പിങ്കിയോട് സംസാരിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞിട്ട് പിങ്കിയോട് പറഞ്ഞു, നീ എന്തായാലും ഇങ്ങനെ ഒരു കള്ളത്തരം കാണിക്കേണ്ടിയിരുന്നില്ല, അവനോട് ചെയ്ത ഏറ്റവും വലിയ ചതിയല്ലേ നീ അമ്മയായിട്ട് എൻ്റെ മനസ്സുകൂടി ഒന്ന് നോക്കണ്ടായിരുന്നോ? നിനക്ക് ഒരു കുറ്റബോധം ഒരു മനസാക്ഷിയൊന്നും ഇല്ലേ? സാധാരണക്കാർക്ക് അങ്ങനെയെങ്കിലും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവളാകെ സങ്കടപ്പെട്ടുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും എൻ്റെ മനസ്സ് കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ കുറ്റപ്പെടുത്തുന്ന ഗൗതവും ലക്ഷ്മി അമ്മയോ അതുപോലെ അമ്മയും ഒക്കെ എൻ്റെ മനസ്സാരെങ്കിലും കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അർജുനോട് ഞാൻ പറഞ്ഞതാ, വിവാഹത്തിന് മുമ്പ് അർജുനോട് ഞാൻ പറഞ്ഞതാ, വേണ്ട കല്യാണത്തിന് എനിക്ക് സമ്മതമല്ല, എനിക്ക് അർജുനെ ഇഷ്ടമല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ അർജുൻ കേട്ടില്ല. അർജുൻ കേൾക്കാതെ എന്ത് ചെയ്തു? ഈ കല്യാണത്തിനുമായിട്ട് മുന്നോട്ട് പോയി. എനിക്ക് അവനെ സ്നേഹിക്കാനാവില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞതായിരുന്നില്ലേ? അപ്പോൾ ഇപ്പോൾ എൻ്റെ ഭാഗത്തായോ തെറ്റ്? അവസാനം ഞാൻ ജീവന തുല്യം സ്നേഹിച്ച ഗൗതം കല്യാണത്തിൻ്റെ തലേന്ന് വന്നിട്ടൊരു ഉപഹാരമൊക്കെ ആയിട്ട്, ചുരുട്ടിപ്പിടിച്ച ഉപഹാരമൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ മനസ്സ് ഞാൻ കല്ലാക്കി ജീവിക്കണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഈ പിങ്കിയുടെ സങ്കടം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുമംഗലയ്ക്ക് മനസ്സിലായി ഇവൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നു. അപ്പം നമ്മുടെ സുമംഗല എന്ത് ചെയ്തു? പിങ്കിയെ ചേർത്തിട്ട് പിടിച്ചിട്ട് പറഞ്ഞു, മോളുടെ മനസ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, മോളെ കുറ്റപ്പെടുത്താനും എനിക്ക് കഴിയുന്നില്ല, പക്ഷേ എന്നെങ്കിലും വേനൽക്കാലത്ത് ഇലകൾ കൊഴിഞ്ഞു പോകുന്ന മരങ്ങളുണ്ട്, പക്ഷേ അതെന്തെങ്കിലും തളിർക്കും. മോളുടെ മനസ്സും എൻ്റെ അർജുന് വേണ്ടിയിട്ട് എന്തെങ്കിലും തളിർക്കുമെന്ന് ഈ അമ്മ വിശ്വസിക്കുക, ശുഭാപ്തി വിശ്വാസമുള്ള ആളാണ് ഈ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങ് പോവുകയാണ്. അപ്പോഴേക്കും ഇങ്ങനെ നിന്ന് കരയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ADGP ഓഫീസാണ്. ഓഫീസിൽ ADGP ഉണ്ട്, ഗൗതമും ഉണ്ട്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിക്കുന്നതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കേസ് കൊടുത്തിരുന്നു നന്ദയുടെ പേരിൽ, മറ്റാരോ ഒരു കേസ് കൊടുത്തിരുന്നു.
അതായത് ഈ ഒരു നന്ദയുടെ അച്ഛൻ മരിക്കാൻ കാരണം ഗൗതമാണെന്ന് പറഞ്ഞിട്ട് അത് നന്ദയല്ല കൊടുത്തതെന്ന് നന്ദ പറയുകയും ചെയ്തു. ഒരു ഊമക്കത്ത് പോലെയാണ് അങ്ങോട്ടേക്ക് ചെന്നത്. അപ്പൊ അത് ആരാണെന്ന് ഇതിനിടയ്ക്ക് നമ്മുടെ ഗൗതം കണ്ടെത്തിയിട്ടോ. ഈ അവധിക്ക് ഇങ്ങനെ ഇരിക്കണ സമയത്താണെങ്കിലും അവന്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയ്ക്കാണെങ്കിലും അവൻ അത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ADGP അവനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരാണ്, എന്താണ് സത്യത്തിൽ സംഭവിച്ചത്, എങ്ങനെ കണ്ടെത്തി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും നന്ദയല്ല ഇതെന്ന് മനസ്സിലായി. പക്ഷെ ആ കത്ത് വന്ന പോസ്റ്റ് ഓഫീസ് വഴി അന്വേഷിച്ചു കഴിഞ്ഞിട്ട് CCTV ക്യാമറയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴും അങ്ങനെ നന്ദയെ പരിചയമുള്ള അല്ലെങ്കിൽ നന്ദയുടെ ശത്രുക്കളായിട്ട് ആരും തന്നെ നമുക്ക് കണ്ടിട്ടില്ല. പിന്നെ അപ്പോൾ വേറെ ആരെ കൊണ്ടാണ് ചെയ്യിച്ചത്, പ്രതിയല്ല ചെയ്തത്, മറ്റാരെ കൊണ്ടുമാണ് ചെയ്യിച്ചത്. അപ്പൊ ചെയ്യിച്ചയാളെ അവസാനം കണ്ടുപിടിച്ചു. അതായത് ചെയ്യിച്ചയാൾ അവിടെ രജിസ്ട്രേഡ് ഫീ അയച്ചത് കൊടുത്തത് Google Pay വെച്ചിട്ടാണ്. അതിൽ നിന്ന് സൈബർ സെല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ കത്ത് അയച്ചാൽ DTP എടുത്തിട്ടാണ് അവർ അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കയ്യക്ഷരം വെച്ച് നോക്കലൊന്നും നടക്കത്തില്ലായിരുന്നു. അപ്പോൾ ആളെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് അവരെ ചോദ്യം ചെയ്യുമ്പോൾ ആരാണ് ഇതിന് പിന്നിൽ കളിച്ചതെന്ന് മനസ്സിലാവുമല്ലോ. അങ്ങനെ ആളെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നിട്ട് പിടിച്ചില്ലേന്ന് ചോദിച്ചു. പിടിച്ചു, കൊണ്ടുവന്നിട്ടുമുണ്ട്. അങ്ങനെ എന്നാ അവരെ കൊണ്ടുവരാനായിട്ട് പറയാണ്. അപ്പൊ ഗൗതം പുറത്തേക്ക് ഫോൺ വിളിച്ചിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ സാന്ദ്ര വന്നു. അതായത് നമ്മുടെ സാന്ദ്രയാണ് പിങ്കിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തത്. എന്തായാലും സാന്ദ്രയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സാന്ദ്ര തത്ത പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ പിങ്കി അറിഞ്ഞിട്ടില്ല, പിങ്കിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്, അല്ലാതെ നന്ദയോട് തനിക്ക് ശത്രുതയൊന്നും ഇല്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ എന്തായാലും ഇവൾക്ക് എതിരെ കേസ് എടുക്കണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗൗതം പറഞ്ഞു, വേണ്ട, കേസ് എടുക്കണ്ട. ആ കേസ് എടുത്തു കഴിഞ്ഞാൽ എന്റെ കുടുംബത്തെ തന്നെ അതിൽ പ്രശ്നങ്ങളുണ്ടാവും, അതുകൊണ്ട് അത് വേണ്ട, കേസൊന്നും എടുക്കണ്ട. പക്ഷെ ഇവൾക്ക് ശിക്ഷ കൊടുക്കണം. അപ്പൊ ADGP ഓഫീസ് ക്ലെയിം ചെയ്ത് പുറത്തെ പുല്ലൊക്കെ വെട്ടി ഒരു ദിവസം ഇവിടെ നിർത്താനായിട്ട് വനിതാ പോലീസിനോട് പറയാണ്. അങ്ങനെ ഇനി ഒരിക്കലും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാന്ദ്ര അങ്ങോട്ട് പോവാണ് കേട്ടോ. എന്തായാലും അവൾക്ക് ശിക്ഷ കിട്ടട്ടെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് വൈകുന്നേരം നമ്മുടെ പിങ്കിക്കരികിലേക്ക്, പിങ്കി എന്തോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ പിങ്കിക്കരികിലേക്ക് ഗൗതം ചെന്നു. പിങ്കിക്കരികിലേക്ക് ചെന്നിട്ട് ഗൗതം ചോദിച്ചു, നിനക്ക് എപ്പോഴും ആലോചനയാണല്ലോ, എന്താ ഈ ആലോചിച്ച് കൂട്ടുന്നത്, എങ്ങനെ നന്ദയെ ഇല്ലാതാക്കാന്നാണോ നോക്കുന്നത്, നന്ദയാണോ നിന്റെ ശത്രു എന്ന് ചോദിച്ചപ്പം നന്ദ എന്റെ ശത്രുവോ, നന്ദയെ ഞാൻ ഗൗനിക്കുന്ന പോലുമില്ല, അവളെ ആര് ഗൗനിക്കാനാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല, നീ എനിക്കെതിരെ ചില കളികളൊക്കെ കളിച്ചില്ലേ, അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. അപ്പോഴേക്കും പിങ്കി അന്തം വിട്ടിട്ട് ഇത് എന്താണെന്ന് മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കാട്ടോ. അപ്പോഴേക്കും ഇവൻ നടന്ന കാര്യങ്ങൾ പറയാണ്. നിന്റെ കൂട്ടുകാരി സാന്ദ്ര ഒന്നും പറഞ്ഞില്ലേ നിന്നോട്? പറഞ്ഞില്ല, സാന്ദ്ര വന്നിരുന്നു പക്ഷെ ഒന്നും പറഞ്ഞില്ല. സാന്ദ്ര വരും, ഒന്നും പറയത്തില്ല. അതെ, സാന്ദ്രയാണ് ആ കത്ത് അയച്ചത് എനിക്കെതിരെ, നന്ദയുടെ അച്ഛനെ മരിക്കാൻ കാരണം ഞാനാണെന്ന് പറഞ്ഞ് നന്ദയുടെ പേര് കത്ത് എഴുതിച്ചത് സാന്ദ്രയാണെന്ന് കണ്ടെത്തി അവൾക്ക് ശിക്ഷയും കൊടുത്തിരുന്നു. എന്തായാലും പുറത്ത് അത് ആരോടും പറയണ്ടെന്ന് അവളോട് പറഞ്ഞിരുന്നു, മറ്റൊന്നും കൊണ്ടല്ല, നിന്നെ ഈ വീട്ടിലുള്ളവരെ ഒറ്റപ്പെടുത്തരുത് എന്ന് നിന്നോടുള്ളൊരു കൺസേൺ കൊണ്ട് തന്നെയാണ് ഞാൻ. എന്തായാലും പിങ്കി നാണക്കേടായി പോയിട്ടോ, ഇങ്ങനൊരു പിങ്കി അല്ല ഞാൻ രാമേശ്വരത്ത് കണ്ട പിങ്കി ഇതല്ല. എന്തിനാണ് നിനക്ക് ഇതുകൊണ്ട് എന്താണ് ഗുണം, നീ ഒന്നും അല്ലെങ്കിലും ഇവിടുത്തെ വീട്ടിലുള്ളവരെ ഓർക്കണ്ടായിരുന്നോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പോഴേക്കുണ്ടല്ലോ നമ്മുടെ പിങ്കി പറഞ്ഞ്, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, ദൈവത്തിനാണ് ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്തായാലും ഒരിക്കലും ഇങ്ങനെയുള്ളൊരു പിങ്കി അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല പിങ്കി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. പിങ്കി ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുമംഗല, അതായത് അർജുൻ്റെ അമ്മ പിങ്കിയുടെ അച്ഛനെ വിളിച്ച് വരുത്തിയിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമല്ലോ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിളിച്ച് വരുത്തിയിരിക്കുകയായിരുന്നു. അങ്ങനെ പിങ്കി അങ്ങോട്ടേക്ക് പൊതുസമക്ഷം പിങ്കിയും ചെന്നു. പിങ്കിയുടെ അച്ഛൻ പറഞ്ഞു, അതെ, നിന്റെ അമ്മായിയമ്മ അർജുൻ്റെ അമ്മ സുമംഗല എന്നെ വിളിച്ച് വരുത്തിയതാണ്, അവർക്ക് വിളിച്ച് വരുത്തേണ്ടി വന്നതാണ് നിന്റെ സ്വഭാവ ഗുണം കൊണ്ട്. എന്താണേലും ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ നീ ചെയ്തത്, ഏതെങ്കിലും പെണ്ണുങ്ങൾ ചെയ്യുന്ന പണിയാണോ നീ ചെയ്തത്? നീ അർജുൻ്റെ ഭാര്യയായിരുന്നു കൊണ്ട് നീ ഇത്രയധികം ക്രൂരത ഈ വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ മനസ്സ് അതൊരച്ഛനും അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഈ സുമംഗല പറഞ്ഞു, എന്തായാലും ഇനിയിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല, ഇത് ഒന്ന് അറിയിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് അറിയിച്ചത്. പിങ്കിയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പിങ്കി ആണെങ്കിൽ പിന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, ഇപ്പം ആരെന്നെ വഴക്ക് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല എന്ന രീതിയിലാണ് പിങ്കി ഇങ്ങനെ നിൽക്കുന്നത്. അരുന്ധതിയുണ്ട്, മഹേശ്വരനുണ്ട്, എല്ലാവരും ഉണ്ട്. പിങ്കി ചെയ്തത് തെറ്റ് തന്നെയാണ്, ഇതിന് പിങ്കിക്ക് ശിക്ഷ കിട്ടുക തന്നെ വേണമെന്ന് ഇങ്ങനെ പറഞ്ഞു. ക്യാമറയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല, എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിപ്പ് എന്തോ പറ്റിയതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഒരു ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തതുപോലെ. എന്താണെന്ന് കണ്ടുപിടിച്ച് ശരിയാക്കി എടുക്കണം. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ കഥ, ആ കഥ തീർന്നു. അപ്പോൾ ഇതാണ്. അപ്പോൾ പിങ്കിക്ക് ആ ശിക്ഷ എന്താണെന്ന് ഇതുവരെ വെളിവായിട്ടില്ല. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് വൈകിട്ടത്തെ പ്രമോയിലൂടെ കാണാം. സിയോക്കി, താങ്ക് യു.